അല്ലെന്ന്. കാരണം ഇതൊക്കെ മരണപ്പെട്ടു പോയ മുഖ്യമന്ത്രിമാരെക്കുറിച്ചും പ്രധാനമന്ത്രിമാരെക്കുറിച്ചും ഒക്കെ നല്ല വാക്കുകൾ പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയം കാണണം എന്ന് നാം വിചാരിക്കേണ്ട ആവശ്യമില്ല. അല്ല, വീണ ജോർജിൻ്റെതായിട്ടല്ല, ഞാനിതൊരു സർക്കാരിൻ്റെ ഒരു രീതിയാണ്. ഞാനീ പറഞ്ഞ 2-3 കാര്യങ്ങൾ വസ്തുതാപരമായി നിങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് ചില അമിതാധികാരങ്ങളുള്ള ഒരു പ്രത്യേക രാഷ്ട്രമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ഇദ്ദേഹം മാത്രമല്ല, തമിഴ്നാട്ടിൽ സ്റ്റാലിനും അതിനു വേണ്ടിയിട്ട് കുറച്ചു കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വീണ ജോർജ് എന്നുള്ള ഒരാൾ വ്യക്തിപരമായി തീരുമാനം എടുത്താവാൻ വഴിയില്ലല്ലോ. വീണ ജോർജിന് ഇവിടെ പിടിപ്പത് പണിയില്ലേ? മഴക്കാലമാണ്, ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാര് ലീവ് എടുത്ത് പോയതെല്ലാം തിരിച്ചു വരണം എന്നുള്ള ഇൻഡാസ് പുറത്തിറക്കിയിട്ട് 3 ആഴ്ച കഴിഞ്ഞു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം, ഡോക്ടർമാർ തിരിച്ചു വരുന്നില്ല. ലീവ് എടുത്ത് സ്വകാര്യ പ്രാക്ടീസിന് പോയ ഡോക്ടർമാരിൽ 40% ആൾക്കാർ ഇനിയും തിരിച്ചു വരാനുണ്ട്. കേരളത്തിലെ ധർമാശുപത്രികളിൽ, പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ആവശ്യമായ മരുന്നില്ല. നോക്കൂ നിങ്ങൾ, TB കേരളം ഒരു കാലത്ത് നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് ക്ഷയരോഗം. ഏതാണ്ട് നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ് ക്ഷയരോഗം. അതിശക്തമായ രീതിയിൽ ക്ഷയരോഗം തിരിച്ചു വരികയാണ് കേരളത്തിൽ. 6 മാസം തുടർച്ചയായി ഉപയോഗിക്കേണ്ട മരുന്ന് എത്രയോ ദിവസമായി കേരളത്തിൽ മുടങ്ങിയിട്ട്. ഞാൻ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും. TBക്കുള്ള തുടർച്ചയായി കൊടുക്കേണ്ട മരുന്ന് എത്രയോ മാസങ്ങൾ മുടങ്ങി കേരളത്തിൽ. നോക്കൂ നിങ്ങൾ, ക്ഷയരോഗത്തിന് തുടർച്ചയായി കൊടുക്കുന്ന മരുന്ന് രോഗി കഴിച്ചില്ലെങ്കിൽ 10 മടങ്ങ് ശക്തിയിലാണ് ക്ഷയരോഗം തിരിച്ചു വരുന്നത്. ഈ ആരോഗ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? ആശുപത്രികളിൽ ഏകോപനമില്ല, പലയിടത്തും നഴ്സുമാരുടെ സൗകര്യങ്ങൾ കിട്ടുന്നില്ല. 10ഉം 15ഉം വാർഡുകൾ ഒരുമിച്ച് നഴ്സുമാർ നോക്കേണ്ട സ്ഥിതിയാണ് പല കേന്ദ്രങ്ങൾ. ഒരു നിയമനവും ഇല്ല, എല്ലാം കരാർ നിയമനങ്ങൾ പാർട്ടിക്കാർക്ക് കൊടുക്കുകയാണ്. ഡോക്ടർമാരുടെ കുറവുണ്ട്. നിലവിൽ ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. കോഴിക്കോട് അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം, അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്, നവീകരണത്തിനൊക്കെ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം ദുരുപയോഗം ചെയ്തതിന്റെ കണക്കുകൾ പുറത്തു വരാൻ പോവുകയാണ്. വലിയ തോതിൽ അഴിമതി നടക്കുന്നു. മെഡിക്കൽ പർച്ചേസിൽ വലിയ അഴിമതി നടക്കുന്നു. കാലാവധി കഴിഞ്ഞ മരുന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തു. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്.